സെൽഫ് അഡ്ഹസീവ് ഫിലിം കിച്ചൺ ടോപ്പിൽ ഒട്ടിക്കാൻ പോകുന്നത്. ഹലോ എവ്രി വൺ, എന്നാണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പുറത്ത് നല്ല മഴയാണ്, കൂടാണ്ട് തണുപ്പും കൂടുതലാണ്. അപ്പം പുറത്ത് ഗാർഡൻ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓർത്തു എന്തെങ്കിലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പറ്റിയ വീഡിയോ എന്തെങ്കിലും ചെയ്യാമോന്ന്. അപ്പം നോക്കിയപ്പോഴാണ് നമ്മുടെ കിച്ചൺ ബെഞ്ച് പേപ്പർ, മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ ചേഞ്ച് ചെയ്യാൻ സമയമായി. പിള്ളേരാണേലും അതിൽ സ്ക്രാച്ച് ഒക്കെ വീഴിച്ച് നല്ല പരുവാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഈ വീട് മേടിച്ചത് 2018 പക്ഷേ ഇത് പണിതത് 1997. അപ്പം അന്നത്തെ ഡിസൈൻ അനുസരിച്ച് അല്ല അതിൻ്റെ സ്റ്റൈൽ അനുസരിച്ചുള്ള കിച്ചൺ ബെഞ്ചാണ്. അപ്പം ഇത് ലാമിനേറ്റഡ് ഷീറ്റാണ് ഈ കിച്ചൺ ബെഞ്ചിൽ ഒട്ടിച്ചിരിക്കുന്നത്. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് സെൽഫ് അഡ്ഹസീവ് വിനൈൽ ഷീറ്റ് മേടിച്ചിട്ട് ഇതിൻ്റെ പുറമെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഫുള്ളൊന്ന് കിച്ചൺ ഒന്ന് റിനോവേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതിന് നല്ലൊരു എമൗണ്ട് ആകും. അപ്പം നമ്മളത് വീണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ എത്തി കഴിയുമ്പോൾ ഇപ്പം നമുക്ക് വിനൈൽ ഷീറ്റ് വെച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒട്ടിച്ച് വെച്ച് കിച്ചൺ ഒരു ന്യൂ ലുക്കാക്കി എടുക്കാം. അപ്പം വീഡിയോയിലോട്ട് പോയാലോ? ഇതാണ് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച സെൽഫ് അഡ്ഹസീവ് ഫിലിം. സോ ഇതാണ് ഞാൻ ഇന്ന് കിച്ചൺ ടോപ്പിൽ ഒട്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ കിച്ചണിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റണം. ഫുൾ സാധനങ്ങൾ മാറ്റാൻ പോകട്ടോ. അപ്പം നമ്മുടെ കിച്ചണിലെ സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പഴയ പേപ്പറെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. എന്നിട്ട് മുഴുവൻ ഒന്ന് പൊളിച്ച് മാറ്റിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് പണിയാണ്, എന്നാലും നമുക്ക് ഉള്ളത് നമുക്ക് ഒന്ന് പറിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കാം. ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള സാധനമാണേ. അപ്പം അത് ഒന്ന് പറിച്ചെടുക്കണം. ഇത്തവണ ഒട്ടിക്കുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. മറ്റേത് ശരിക്കും ഒരു പേപ്പർ ടൈപ്പായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ചെയ്തുമായിരുന്നു. ഇത്തവണത്തതിൽ അങ്ങനെയല്ല, ഓയിൽ പ്രൂഫുമാണ്. അത് കണക്ക് വാട്ടർ പ്രൂഫും ഓയിൽ പ്രൂഫും. പിന്നെ പിള്ളേർക്ക് അതും പെട്ടെന്ന് അങ്ങനെ കീറിയെടുത്ത് കളയാൻ പറ്റത്തില്ല. പക്ഷെ അറിയില്ല എത്രമാത്രം നമ്മുടെ ഇതിൽ സ്റ്റിക്കായിട്ട് ഇരിക്കുമെന്ന്. രണ്ട് പ്രാവശ്യം മാറ്റിയിട്ടുള്ളൂ. പിള്ളേരൊക്കെ അധികം പ്രായമില്ല, ചെറിയ പിള്ളേർ. നമ്മള് ആദ്യം കിച്ചണൊക്കെ റിനോവേറ്റ് ചെയ്ത് സ്റ്റോണൊക്കെ ഇടാൻ കേൾക്കും. പക്ഷെ പിന്നീട് അവർക്ക് കൈമാരെല്ലാം വോളിലൊക്കെ കുത്തി കളിച്ചില്ലേ. നമ്മൾ ഇത്രയും രാസക മുളകി ഇപ്പൊ റിനോവേറ്റ് ചെയ്യണ്ട. ഏകദേശം 6 to 7 years ഒക്കെ ആവുമ്പോ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായത്തില് ഇത് ചെയ്യട്ടെ. 2-3 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കിച്ചൺ ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ കഴിയും. തൽക്കാലത്തെ പരിപാടിയാ എന്ന് വെച്ചാൽ ഒന്ന് ക്ലീൻ ആയിട്ട് കിടക്കാൻ വേണ്ടിട്ടാ. നമ്മള് ഒത്തിരി അങ്ങ് ഡേർട്ടി ആയി കഴിയുമ്പോ ഇതെല്ലാം നമ്മളൊന്ന് മാറ്റണം. ഈ ലാമിനേറ്റ് ഷീറ്റിന്റെ കളർ ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ്. അത് നമ്മുടെ ഈ വോളിന് അത്ര ഒരു മാച്ചിങ് അല്ല, എടുപ്പ് തോന്നുന്നില്ല. നമ്മൾ ആദ്യം ഒരു ബ്ലാക്ക് വൈറ്റ് കളറ് മാർബിൾ ടൈപ്പിന്റെ ഫിലിം ഒട്ടിച്ചത്, അത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ വൈറ്റ് ഒട്ടിച്ചത്. അത് കഴിഞ്ഞിപ്പോ 3ാമത്തെ പ്രാവശ്യം നമ്മളിപ്പോ സെയിം തന്നെ. ഇത് കുറച്ചും കൂടെ അട്രാക്റ്റീവ്. ഫ്രണ്ട്സ് ഒക്കെ വന്ന് വീട്ടിൽ കണ്ടപ്പോ ഇത് നിങ്ങൾ സ്റ്റോൺ ആക്കിയെന്നൊക്കെ ചോദിച്ചു. ഓക്കെ, പിന്നീടാണ് മനസ്സിലായത് സ്റ്റിക്കർ ഒട്ടിച്ച. ഒറ്റ ലുക്കിൽ അങ്ങനെ തോന്നുള്ളൂ. നമ്മള് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തത്.
നമ്മൾ ഇവിടെ ന്യൂസിലൻഡിലാണേലും മോർഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു എമൗണ്ട് മോർഗേജിന് പോകുന്നുണ്ട്. കൂടാണ്ട് നമ്മളുടെ ചിലവുകൾ, കോസ്റ്റ് ഓഫ് ലിവിങ് ഒത്തിരി കൂടുതലായി കൺട്രിയിൽ. പിന്നെ ഇൻഷുറൻസ്, ഒരു ഇൻഷുറൻസ് തന്നെ 100 ഇൻഷുറൻസ് ഉണ്ട്. വീടിൻ്റെ ഇൻഷുറൻസ്, ഹെൽത്തിൻ്റെ ഇൻഷുറൻസ്, പിന്നെ കണ്ടന്റ് ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ്, അങ്ങനെ അങ്ങ് പോകും. ഇതെല്ലാം കൂടെ അടച്ചു തരും, നമ്മുടെ കയ്യിൽ ഒന്നും കാണില്ല. പിന്നെ പിള്ളേരുടെ ആക്ടിവിറ്റീസ്, അവർക്ക് ആക്ടിവിറ്റീസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിനും നമ്മൾ എക്സ്ട്രാ പൈസയുണ്ട്. എഡ്യൂക്കേഷനൊക്കെ ഫ്രീയാ, പക്ഷെ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ അതിന് നല്ലൊരു എമൗണ്ട് ചെയ്യും. നമുക്ക് കിച്ചൺ റിനോവേഷൻ ഞങ്ങൾക്ക് പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും നടന്നില്ല. പക്ഷെ പൈസ ഉണ്ടാകുമ്പോ ബാത്റൂം ഒക്കെ റിനോവേറ്റ് ആ ടൈമില് കിച്ചന്റെ റിനോവേഷൻ കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ മൂത്തം നേരം മാത്രമായിരുന്നു 7 വയസ്സായ ടൈമിലായിരുന്നു. ബാക്കി രണ്ടൊരു കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ അവരാണെങ്കിൽ പെൻസിലും ഡ്രയോൺസ് ഒക്കെ എടുത്ത് വരച്ചത്. പിന്നെ കിച്ചൺ റിനോവേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മളൊരു ക്യാബിനറ്റിലൊക്കെ കൊണ്ടുപോയി വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാനും പാടാണ്. പിന്നെ ഓണത്ത് എന്തായാലും ഫുൾ എന്തായാലും നമുക്ക് ഈ വീടൊന്ന് റിനോവേറ്റ് ചെയ്യണം ഒരു 3 വർഷം കഴിയുമ്പോൾ. അതായത് നമുക്ക് ഈ വീട് 97 ബിൽഡാന്ന് പറഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീടിന്റെ ഇത് ഈ സബ് ഡിവിഷനിലുള്ള എല്ലാ വീടുകളും, ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളും 97 ബിൽഡപ്പ് ആണ്. അപ്പൊ ആ സമയത്ത് ഒരു ട്രെൻഡ് ആയിരുന്നു ഈ വാളില് ഈ വാൾപേപ്പർ ഒട്ടിക്കുക. ഇപ്പൊ അത് ഞങ്ങള് ക്ലീൻ ചെയ്തായിരുന്നു. ഗാരേജിലെടുത്ത് മാറ്റി ഞങ്ങള് ഇതൊക്കെ ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ചായിരുന്നു. എന്തായാലും കിച്ചൺ റിനോവേറ്റ് ചെയ്യുന്ന കൂടെ വീടിന്റെ ഉള്ളിലെ വോളും നമുക്ക് ആ സമയത്ത് തന്നെ വാൾപേപ്പർ മാറ്റി ഡെക്കറേറ്റ് ചെയ്യാൻ. ഇത് പല ഡിസൈനിൽ കിട്ടും നമുക്ക്. ഇതിപ്പോ ഇതിന്റെ പെൻസ്റ്റോപ്പിന്റെ പൊക്കത്ത് മാത്രമല്ല, നമുക്ക് ഈ ഫ്ലോയോ അങ്ങനെ പഴയ ഏതെങ്കിലും വുഡൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് അത് സാൻഡ് ചെയ്ത് പോളിഷ് ചെയ്യുന്നത് നല്ലത്. പക്ഷെ അത് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു വുഡ് ഫിനിഷിലുള്ള അല്ലെങ്കിൽ സ്റ്റോൺ ഫിനിഷിലുള്ള ഈ ഫിലിം വാങ്ങിച്ച് ഒട്ടിക്കുന്നതായിരുന്നു. സാൻഡിങ്ങും ഇത് ഓയിൽ പെയിന്റ് അല്ല ചെയ്യുന്നതൊക്കെ പിന്നെ വീട്ടമ്മമാർക്ക് ഒത്തിരി പാടാ. ഇതാണെങ്കിൽ ഒട്ടിക്കാനൊക്കെ കുഴപ്പമില്ലല്ലോ. മൂവ്മെന്റ് പവറൊക്കെ ഉണ്ട്. ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നടക്കത്തില്ല. ആ പവറാണത്. കിച്ചണൊക്കെ അഴുക്കായിട്ട് കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ഇടയ്ക്കിടയ്ക്കൊന്നും ഉണ്ടല്ലോ. ലൈഫിൽ എപ്പോഴും ഒരു ചേഞ്ചസ് ഒക്കെ വേണ്ട. അത് കണക്ക് അവിടെ കിച്ചണൊക്കെ ഒന്ന് മാറ്റുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തൊക്കെയോ ചേഞ്ച്. അത് ശരിയാണ്. എല്ലാരും സ്കൂളിൽ പോയി. കിച്ചന്റെ ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ വേറൊരു ടൈപ്പിലെ പേപ്പർ ഒട്ടിച്ചിരുന്നത്, അതുകൊണ്ട് നല്ലതുപോലെ പറഞ്ഞു വരുന്നുണ്ട്, ഈസി ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പഴയ ലുക്കിലുള്ള ബെഞ്ച് ടോപ്പ്. ഇത് ഒരു ലൈറ്റ് ഗ്രേ, ബ്ലൂയിഷ് ഗ്രേ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അത്ര ഭംഗിയില്ല, എടുപ്പ് തോന്നില്ല. പിന്നെ പഴയതല്ലേ, അപ്പം അത്ര ബ്രൈറ്റ്നെസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ലീവ് ചെയ്താൽ മതിയായിരുന്നു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, വല്ല എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അങ്ങ് മാറാൻ വേണ്ടിയിട്ട്. കുറച്ചൊക്കെ വൈറ്റ് പാർട്സ് അതിൽ കിടപ്പുണ്ട്, അതൊക്കെ നമ്മളൊന്ന് തൂത്തെടുത്ത് കളയാണേ. നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കണം. അപ്പം ഈ വാഷ് ബേസിൻ്റെ അരികിലൊക്കെ വെള്ളം കാണൂല്ലേ, അപ്പം അതൊക്കെ ഒന്ന് തൂത്ത് നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മുടെ എന്താ പറയുക വിനൈൽ അഡ്ഹസീവ് പേപ്പർ ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പം
നമുക്ക് പുതിയ പേപ്പർ ഒട്ടിച്ചു തുടങ്ങാം. ഇതിപ്പം സ്റ്റിക്കറാണ്. ഇതങ്ങനെ നമ്മൾ പീൽ ചെയ്തെടുക്കാൻ പറ്റും. 2 പേരുണ്ടെങ്കിൽ വേഗം പണി നടക്കും കേട്ടോ. ഞാൻ ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടിയിലോട്ട് സ്റ്റിക്ക് ചെയ്തു അങ്ങോട്ട് പറ്റുന്നതിൻ്റെ മാക്സിമം പോയാൽ മതി. ഇവിടെ ചേർത്ത് നമ്മുടെ വിൻഡോസ് ക്ലീൻ ചെയ്യുന്ന സാധനം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് അകത്തിങ്ങനെ ബബിൾസ് കണക്കൊക്കെ വരും. അപ്പോൾ അതിങ്ങനെ വരാണ്ട്, ചുളുവൊന്നും വരാണ്ട് അത് നമുക്ക് നേരെ ആക്കി എടുക്കാൻ പറ്റും. പുറകിലായിട്ട് ഇങ്ങനെ സെൻറ്റിമീറ്റർ എന്നൊക്കെ എഴുതിയിട്ട് ഇതിൽ ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത് നോക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇപ്പം ഞാൻ താഴോട്ട് വരെയുള്ള അളവെടുത്തിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണേ. സൈഡിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ബബിൾസ് അങ്ങ് മാറ്റി കൊടുക്കാം. ഇവിടെ താഴോട്ട് നമുക്കതങ്ങ് വലിച്ച് എടുത്താൽ മതി. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേഗം ഒട്ടിച്ചങ്ങ് പോകാം. എഡ്ജ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പം ഈ സൈഡ് നമുക്ക് എഡ്ജൊക്കെ നമുക്ക് ഒട്ടിച്ച് വരണമെങ്കിൽ കുറച്ച് പാടാം. അപ്പം ഈ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അടുത്ത ഒരു ലെയർ ഇങ്ങനെ താഴോട്ട് ഒട്ടിക്കും. നമുക്കിവിടെ ഈ കബോർഡൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അടിയിലോട്ടാക്കി കൊടുക്കണം. എന്നാലും അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് വരത്തുള്ളൂ. അതവിടെ ആയിട്ടുണ്ടേ. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗവും കൂടെ നമ്മൾ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം വേഗം അതും കൂടെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്യാം. പിള്ളേർ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. അപ്പം അവർ വരുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ പണിയാകും. അപ്പം വേഗം ഒട്ടിച്ച് തീർക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ബെഞ്ച് ടോപ്പ് മുഴുവൻ ഞങ്ങൾ മറ്റേ സെൽഫ് അഡ്ഹസീവ് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ലുക്കായിട്ടില്ലേ? നല്ല നീറ്റായിട്ടുണ്ട്, നല്ല ഗ്ലോയിങ് ആണ്. മറ്റേ മാർബിൾ ടൈപ്പിലെ വൈറ്റ് കളറിലെ നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട് അല്ലേ? ഈ സൈഡിലൊക്കെ ഞങ്ങൾ ഒട്ടിച്ച് സിങ്കിൻ്റെ സൈഡിലൊക്കെ നല്ലതുപോലെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അവിടെ സിങ്കൊക്കെ നേരത്തെ ഒത്തിരി വൃത്തികേടായിരുന്നു ആ സൈഡ് ഫുള്ള്. അപ്പം അത് ഫുള്ള് നല്ലപോലെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻസ് ഒക്കെ ഇടണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിലും നിങ്ങൾ കമൻസ് ഇട്ട് ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അപ്പം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.